ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം നൽകുക? ഭൂരിഭാഗം പേരും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ് ഉത്തരം തരിക, അല്ലേ? ചിക്കൻ ബിരിയാണിയും മന്തിയും ഒക്കെ കിട്ടിയാൽ കഴിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ, അല്ലേ? പക്ഷെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും അതിന്റെ പേരിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വണ്ണം വെച്ച മനുഷ്യരെ ഡോക്ടർമാർ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ കഥയൊന്നുമല്ല കേട്ടോ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വണ്ണമുള്ള, ശരിക്കും പറഞ്ഞാൽ അമിത വണ്ണമുള്ള മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് സിക്സ്ത് സെൻസ് മലയാളം സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ അവർ ജീവിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അല്ലേ? നമ്പർ 8, ജുവാൻ പെട്രോ ഫ്രാങ്കോ. മെക്സിക്കൻകാരനായിട്ടുള്ള ജുവാൻ 2016 ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി. എന്തിനാണെന്നറിയില്ലേ? ലോകത്തിലെ ഏറ്റവും വണ്ണമുള്ള, ഭാരമുള്ള മനുഷ്യൻ എന്ന റെക്കോർഡാണ് ജുവാൻ നേടിയത്. അന്ന് അദ്ദേഹത്തിന് 595 കിലോ ഭാരമുണ്ട്. ആ വാർത്ത ലോകത്തെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. നടക്കാൻ പോലും കഴിയാതെ കിടക്കയിൽ തന്നെയായിരുന്നു അയാൾ. വയറും കാലുമൊക്കെ ഏകദേശം ഒരേ വലിപ്പത്തിലെന്ന് പറഞ്ഞാൽ അതിശോക്തിയൊന്നും ആവില്ല. ഷുഗറും പ്രഷറും എല്ലാം സാധാരണ കൂട്ടിലും അധികമായി. തൈറോയ്ഡ് ലെവൽ കൂടി അയാൾക്ക് നടക്കാൻ പോലും ആകില്ലെന്ന അവസ്ഥ എത്തിയപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, ഇനിയും വണ്ണം കുറച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കുമെന്ന്. അത് അയാളുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കേട്ടോ. ഒരുപാട് ഡോക്ടർമാരും എക്സസൈസ് വിദഗ്ധന്മാരും ചേർന്ന് അയാൾക്ക് കൃത്യമായിട്ട് പരിചരണവും എക്സസൈസും കൊടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് 100 കിലോയ്ക്ക് മുകളിൽ അയാൾക്ക് ഭാരം കുറയ്ക്കാൻ സാധിച്ചു. ഇതിനിടയിൽ പലതരത്തിലുള്ള സർജറികളും അയാളുടെ ശരീരത്തിൽ നടത്തി. അയാളുടെ ശരീരത്തിലെ ഏകോപനമില്ലായ്മയാണ് ഇങ്ങനെ ഭാരം കൂടാൻ കാരണമെന്ന് മനസ്സിലായതോടെയാണ് ഡോക്ടർമാർ സർജറി ആവശ്യപ്പെടുന്നതും അതുപ്രകാരമുള്ള ചികിത്സാ രീതികൾ അവരെ പിന്തുടരാൻ തുടങ്ങിയതും. എന്നിരുന്നാലും ഭാരം കാരണം ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ വർഷങ്ങളോളം കിടക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഓർക്കാൻ കൂടി പറ്റില്ല, അല്ലേ? ജുവാന്റെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് നടക്കാൻ കഴിയുക എന്നാണ്. അതിനുവേണ്ടി അയാൾ എപ്പോഴും കൃത്യമായ ഡയറ്റ് പിന്തുടരുകയും എക്സസൈസ് മടി കൂടാതെ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്പർ 7, കെന്നത്ത് ബ്രൂംലെ. നിങ്ങൾ ഒരു ദിവസം എത്ര കലോറി ഭക്ഷണം കഴിക്കാറുണ്ട്? ആരെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? കെന്നത്ത് എന്ന അമേരിക്കക്കാരൻ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് 3000 കലോറി ആഹാരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ അത്രയും കഴിച്ചു വെറുതെ ഇരുന്നെങ്കിൽ നമ്മളും ഈ അവസ്ഥയിൽ എത്തിയേനെ എന്ന് സാരം കേട്ടോ. കെന്നത്ത് 18 വയസ്സുവരെ ബാസ്കറ്റ് ബോൾ തുടങ്ങിയ കളികളൊക്കെ കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ കെന്നത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 19ാമത്തെ വയസ്സിൽ കാലിഫോർണിയയിലേക്ക് താമസം മാറിയതോടെ ഇത്തരം കളികൾ പതിയെ കുറഞ്ഞു. വീട്ടിൽ തന്നെ TV കണ്ടും ഭക്ഷണം കഴിച്ചും രസിക്കാൻ തുടങ്ങിയതോടെ പതിയെ കെന്നത്തിന് വണ്ണം വെക്കാനും തുടങ്ങി. ഒരു ദിവസം 3000 കലോറി ആഹാരമാണ് ആശാൻ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. 15 വർഷത്തിന് മുകളിൽ കിടക്കയിൽ തന്നെ ഒരേ കിടപ്പ്. ആരോഗ്യം വീണ്ടും വഷളായി കേട്ടോ പുള്ളിയുടെ. അങ്ങനെ തുടങ്ങിയതോടെ ആശുപത്രി വാസം തുടങ്ങി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വീടിന്റെ വാതിൽ വരെ പൊളിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പലരും ഡോക്യുമെന്ററീസ് വരെ ചെയ്തിട്ടുണ്ട്. വണ്ണം കൂടി ട്യൂമർ വരെ ഉണ്ടായി. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൃത്യമായ പരിചരണത്തിലൂടെ അദ്ദേഹത്തെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസം 1200 കലോറി ഭക്ഷണമേ ഡയറ്റിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം കൃത്യമായ വ്യായാമവും കൂടി ആയതോടെ കാര്യമായ മാറ്റങ്ങൾ ആൾക്ക് വന്നു തുടങ്ങി. കുട്ടികളെ കളിക്കാൻ വിടുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? ഇപ്പൊ കേൾക്കുന്ന കുട്ടികൾക്ക് അതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അല്ലെ? മാത്രമല്ല ഒരുപാട് കലോറി കൂടിയ ഭക്ഷണം കൂടിയാകുമ്പോഴും ആരോഗ്യം കയ്യിൽ നിന്നെന്ന് വരില്ല. ഇനി നമ്മുടെ അടുത്ത ലിസ്റ്റിലുള്ള ആളാണ് ആര്യൻ പെരുമന. പ്രതീക്ഷയുടെ മുഖമായിട്ട് മാറിയ കുട്ടിയാണ് ആര്യൻ. വെറും 9 വയസ്സുള്ളപ്പോൾ തന്നെ അയാൾക്ക് 190 കിലോ ആയിരുന്നു ഭാരം. ഒന്ന് നടക്കാനോ എഴുന്നേൽക്കാനോ കഴിയാത്ത വിധം ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ അവൻ എത്തിയിരുന്നു. 2 പേർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ് ആൾ ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൊഴുപ്പ് കൂടി ഇറച്ചിയും സൂപ്പും എല്ലാം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ചൈൽഡ് എന്ന ബഹുമതി അവന് ലഭിച്ചെങ്കിലും ആര്യന്റെ ആരോഗ്യം വഷളായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവനെ വീട്ടുകാർ ചികിത്സയ്ക്ക് വിധേയനാക്കി. നല്ലൊരു കോച്ചിന്റെ സഹായത്തോടെ അവനിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു. മരം കയറൽ, സൈക്കിൾ ഓടിക്കൽ എന്നുമുള്ള നടത്തം, അവനിഷ്ടമുള്ള സോസർ കളിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കോച്ച് അവന്റെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തി. പിന്നീട് നടന്നത് ചരിത്രമാണ്. 87 കിലോയോളം ഭാരം അവന് 13 വയസ്സെത്തിയപ്പോഴേക്കും കുറഞ്ഞു. സ്കൂളിൽ പോകാനുള്ള അവസരവും ഇതിലൂടെ അവന് ലഭിച്ചു. ഇതിനിടയിൽ അവന് ചില ഗാസ്ട്രിക് ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും അവൻ ആളുകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്, അല്ലേ? ഇനി നമ്പർ 5 ആണ് ഡ്രൂ സ്റ്റുവാർട്ട്. മെൻസ് ഹെൽത്ത് എന്ന മാഗസീന് നൽകിയ അഭിമുഖത്തിലാണ് ഡ്രൂ തന്റെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചത്. 670 പൗണ്ടോളം ഭാരമുണ്ടായിരുന്ന ഡ്രൂ തന്റെ ഭാരം ഒരു വലിയ പ്രശ്നമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ 2 കസിൻസിനും ഇതുപോലെ തന്നെ അധിക ഭാരവും അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറായുള്ള ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ ബ്ലഡ് പ്രഷർ, ഉറക്ക പ്രശ്നങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയിരുന്നു. 6 മാസത്തോളം കാത്തിരുന്നതിന് ശേഷം മാത്രമേ സർജറി ചെയ്യാനാവൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതിനിടയിൽ ഭാരം ഒരു 50 പൗണ്ട് ഭാരമെങ്കിലും കുറയ്ക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഒരു ന്യൂട്രീഷന്റെ സഹായത്തോടെ ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യത്തെ പടി. ഭാരം കുറയാൻ തുടങ്ങിയതോടെ കാര്യമായ മാറ്റങ്ങൾ ആളുടെ ശരീരത്തിനും മനസ്സിനൊക്കെ വന്നു തുടങ്ങി. നീന്തലും നടത്തവും തുടങ്ങി പലവിധ എക്സർസൈസിലൂടെ കിലോമീറ്ററുകളോളം ആൾക്ക് നടക്കാൻ സാധിച്ചു. ഇപ്പോഴും മാറ്റത്തിന്റെ പാതയിലാണ് ഡ്രൂ. ഇനി നമ്പർ 4, ചിറ്റ്കോ ലൈറ്റ്.
ചിറ്റോക്ക ചെറിയൊരു സെലിബ്രിറ്റി കൂടിയാണ് കേട്ടോ. 700 പൗണ്ട് ആയിരുന്നു ഇവരുടെ ഭാരം. 4 വർഷത്തോളം അവർ കിടപ്പ് തന്നെ ആയിരുന്നു. അനങ്ങാനോ നടക്കാനോ പറ്റാത്ത വിധമായിരുന്നു അവരുടെ ശരീരവണ്ണം. ഡ്രൂവിന്റെ കസിനാണ് ചിറ്റോക്ക. അവർ ഒരു സീരീസ് നടത്തുന്ന സമയത്താണ് തന്റെ വണ്ണം കുറയ്ക്കണമെന്നും സാധാരണ ജീവിതം നയിക്കണമെന്നുമുള്ള ആഗ്രഹം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറിനെ അവർ നിയമിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം എക്സർസൈസ് തുടങ്ങുകയും ചെയ്തു. കൃത്യമായ വ്യായാമം ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും മാറ്റിമറിക്കുമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. 2017 അവർ ഗ്യാസ്ട്രിക് സർജറിക്ക് വിധേയായി. ഇപ്പോൾ ചിറ്റോക്കയ്ക്ക് ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നു. സോ നെക്സ്റ്റ് വൺ, ഡയാന ബഞ്ച്. ഡയാന ഒരു സീരീസിന്റെ ഭാഗമായിരുന്നു. അവരുടെ ഭാരം 601 പൗണ്ടായിരുന്നു. ചില ശാരീരിക പ്രശ്നങ്ങളാണ് അവരുടെ ഭാരം കൂടാനായിട്ട് കാരണം. അതിനോടൊപ്പം ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന സെക്ഷൽ അറ്റാക്ക് ഒരു മുറിയിലേക്ക് ഒതുങ്ങുന്നതിലേക്കും ഭക്ഷണം ഒരു രക്ഷപ്പെടലായി കാണുന്നതിലേക്കും നയിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ കലോറി കൂടിയ ആഹാരമാണ് കൂടുതലും കഴിച്ചിരുന്നത്. ഏകദേശം 55-ാം വയസ്സിലാണ് അവർ ഈ ഷോയുടെ ഭാഗമാകുന്നത്. പിന്നീട് ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഡോക്ടർ നോ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഡോക്ടറിനെ കാണുകയും അദ്ദേഹത്തിന് കീഴിൽ ഡയാന പുതിയ ജീവിതം തുടങ്ങുകയുമായിരുന്നു. എക്സർസൈസും കൃത്യമായ ഡയറ്റുമാണ് അടിസ്ഥാനമെന്ന് ഇവരുടെ ജീവിതത്തിലൂടെയും എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. 400 പൗണ്ടോളം ഭാരം അവർക്ക് ഇതിലൂടെ കുറയ്ക്കാൻ കഴിഞ്ഞു. ഭക്ഷണം മിതമാക്കുകയും അതിനനുസരിച്ച് ശരീരം വിയർക്കാനും തുടങ്ങിയതോടെ വണ്ണം കുറഞ്ഞു. അതിനോടൊപ്പം വെയിറ്റ് ലോസ് സർജറിയും ഡയാന ചെയ്തു. എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഭാരം വെക്കുന്നത് പോലെ എളുപ്പമല്ല അത് കുറയ്ക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇനി നമ്പർ 2, ചാരിറ്റി പിയേഴ്സ്. 600 LB എന്ന സീരീസിലൂടെയാണ് ചാരിറ്റി ഫേമസ് ആവുന്നത്. ഭാരം കൂടിയ ആളുകളെ പരിചയപ്പെടുത്തുന്ന സീരീസ് ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ചു. അമേരിക്കയിൽ താമസിക്കുന്ന ചാരിറ്റിയുടെ അനാരോഗ്യകരമായിട്ടുള്ള ആഹാര രീതിയാണ് അവർക്ക് 352 കിലോ ഭാരം നേടിക്കൊടുത്തത്. ഫാസ്റ്റ് ഫുഡും ഐസ്ക്രീമും അടങ്ങിയ ഭക്ഷണ രീതിയാണ് അവർ പിന്തുടർന്നത്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു. അമ്മയ്ക്കും നല്ല ഭാരം ഉണ്ടായിരുന്നതും അത് അമ്മ കുറച്ചതും ചാരിറ്റിക്ക് ഒരു തരത്തിൽ പ്രതീക്ഷ നൽകി. ജീവിതത്തിലെ ചില കഠിന സന്ദർഭങ്ങൾ അവരെ ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നതിലേക്ക് നയിച്ചു. കൃത്യമായ ഡോക്ടറിന്റെ പരിചരണത്തിൽ അവർ ആഹാരം നിയന്ത്രിക്കുകയും അതുവഴി തന്നെ അവർക്ക് 100 കിലോയോളം കുറയ്ക്കാനും സാധിച്ചു. വെയിറ്റ് ലോസ് സർജറി തൂങ്ങിക്കിടന്ന സ്കിന്ന് മാറ്റാനും സഹായിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിച്ച് നടത്തിയ അവരുടെ കാഴ്ചപ്പാടിന് പ്രതിഫലം ലഭിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ഒന്നും ഇല്ലെങ്കിലും നല്ല ഭാരമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? അവരെ വേദനിപ്പിക്കാതെ കളിയാക്കാതെ എപ്പോഴെങ്കിലും ഈ ഭാരം ആരോഗ്യത്തിന് ഭീഷണി ആയേക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എങ്കിൽ ആ അനുഭവം ഇവിടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി നമ്പർ 1, കീത്ത് മാർട്ടിൻ. കീത്ത് മാർട്ടിൻ ന്യൂമോണിയ ബാധിച്ച് നിർഭാഗ്യവശാൽ മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഫാസ്റ്റ് ഫുഡ് അധികമായിട്ട് കഴിക്കുന്നവർക്കൊരു പാഠമാണ്. 444 കിലോ ആയിരുന്നു ലണ്ടൻകാരനായ കീത്തിന്റെ ഭാരം. നടക്കാൻ കഴിയാതെ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ടുള്ള ജീവിതം. ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ച് 20,000 കലോറിയാണ് അയാൾക്ക് ഒരു ദിവസം അകത്താക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. 1-2 20,000 കലോറി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കുന്നതിന്റെ 10 ഇരട്ടി. പിസ, കോൾഡ് ഡ്രിങ്ക്സ്, ചൈനീസ് ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ എല്ലാവിധ ജങ്ക് ഫുഡുകളും കീത്ത് അളവില്ലാതെ നാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഗ്യാസ്ട്രിക് സർജറി നടത്തിയെങ്കിലും ആരോഗ്യം വഷളായിരുന്നു. അങ്ങനെ അയാൾ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ആഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് കരുതി അളവില്ലാതെ നാവ് പറയുന്നത് അനുസരിച്ച് കഴിച്ചാൽ ജീവിതം കിടക്കയിൽ കിടന്ന് തീർക്കേണ്ടി വരുമെന്ന് പല ജീവിതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പലർക്കും അതിന് കഴിഞ്ഞില്ല. ഭാരം ഒതുക്കാൻ കഴിഞ്ഞെങ്കിലും പലരിലും ഷുഗർ, പ്രഷർ തുടങ്ങിയ അസുഖങ്ങൾ വലിയ വ്യത്യാസമില്ലാതെ തുടർന്നു. ഈ ജീവിതങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് നല്ലൊരു ആഹാര രീതി പിന്തുടരാനും അതുവഴി ആരോഗ്യം കാത്തുരക്ഷിക്കാനും ഒക്കെയാണ്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ അവരിൽ നാളെ ഉണ്ടായേക്കാവുന്ന അമിതവണ്ണം കുറയ്ക്കാനുമാകും. ഇതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളാൻ സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ കാഴ്ചക്കാർക്ക് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.